Hi friends, welcome to Hamictech graphics. വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ നമ്മുടെ മെഴുകുതിരിയൊക്കെ ഊതിക്കെടുത്താൻ വേണ്ടി നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അതുപോലെ തുടക്കം തന്നെ പറഞ്ഞോട്ടെ, ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെന്നൊന്നും ഞാൻ പറയത്തില്ല. എന്നാൽ തന്നെ കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ച് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ആവശ്യമെങ്കിൽ മാത്രം കൂട്ടുകാർ ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഓക്കെ, എന്തായാലും നമുക്ക് ആപ്ലിക്കേഷൻ ഏതെന്ന് നോക്കാം. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ബ്ലോവർ എന്നാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൂട്ടുകാർക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ മൊബൈൽ കവറോ അല്ലെങ്കിൽ മൊബൈൽ കേസൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അതുപോലെ നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ വോളിയം മാക്സിമം ലെവൽ ആണോ എന്നും കൂടെ ചെക്ക് ചെയ്യാം. അതുപോലെ ഇവിടെ റീഡ് മാനുവൽ എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യേണ്ട രീതി എന്തെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടുകാർക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനി ബാക്കിലോട്ട് വരുമ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷന്റെ മെയിൻ ഇന്റർഫേസ്. അതാണ്ട് താഴെയായിട്ടൊരു ഫാനിന്റെ ഐക്കൺ പോലെ കൊടുത്തിരിക്കുന്നതാണ്, ഒരു പിക്ചറാണ്. അപ്പൊ ഇത് വർക്കിംഗ് ആണ്. ഇവിടെ സ്വിച്ച് ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു സൗണ്ടോട് കൂടി നമ്മുടെ ഈ ഒരു ഫാൻ വർക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വോളിയം ബട്ടൺ പ്രസ് ചെയ്ത് വോളിയം കുറയുന്നതനുസരിച്ച് ആ ഒരു സൗണ്ട് കുറയും, നമ്മുടെ ഫാനിന്റെ സ്പീഡ് കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ആവുന്നതായിരിക്കും. ഇവിടെ നമ്മുടെ ഫാനിന്റെ സ്പീഡ് കുറയുന്നതായിരിക്കും. അപ്പം മെഴുകുതിരി നമ്മൾ തവിക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം വോളിയത്തിൽ വെച്ചിരിക്കണം എന്ന് ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അതുപോലെ ഇവിടെ തന്നെ പ്രസ് ചെയ്താണ് ഇത് ഓഫ് ചെയ്യുന്നത്. അവിടെ തന്നെ പ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാൻ ഓഫ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ ഫാൻ വർക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്ന നമ്മുടെ സ്പീക്കറിൽ നിന്ന് കാറ്റ് വരികയും ആ ഒരു കാറ്റാണ് നമ്മുടെ മെഴുകുതിരി തവിക്കുകയും ചെയ്യുന്നത്. അപ്പം ഇത് നമുക്കൊന്ന് വർക്ക് ചെയ്ത് ഒന്നുകൂടെ നോക്കാം അല്ലേ. ഓക്കെ, ഞാനിവിടെ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്വിച്ച് ഐക്കൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഫാൻ കറങ്ങുന്നതായിട്ട് കാണാം. ഇനി നമ്മളുടെ മെഴുകുതിരി എടുത്തായിട്ട് ആ ഒരു സ്പീക്കർ കൊണ്ടുവെക്കാന്നുണ്ടെങ്കിൽ ഇവിടെ കാറ്റ് വരികയും നമ്മുടെ മെഴുകുതിരി അണയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നതാണ്. മെഴുകുതിരി ഇതുപോലെ അണയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അണഞ്ഞ്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ മെഴുകുതിരി അണയുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല, എന്നാൽ രസകരമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള രസകരമായിട്ടുള്ള അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.